ഗുഡ് മോർണിംഗ് ഇല്ലനോയ്. ഞങ്ങളപ്പോൾ ഞാനും അമ്മയും കൂടെ ചെറിയൊരു വാക്കിന് വന്നതാണ്. ഇവിടെ നൈസായിട്ട് മഴയായിരുന്നു കാലത്തൊക്കെ. അപ്പോൾ മഴ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ക്ലൈമറ്റ് നല്ല നല്ല രസമാണ്. ഇവിടെ ഭയങ്കര ജോമെട്രിക്കലാണ് കേട്ടോ എല്ലാം. ഏകദേശം ഒരേപോലത്തെ വീടുകളും അറിയാലോ. അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ കൺകുളിരൊക്കെ കാഴ്ചകളുമായി നടക്കുകയാണ്. നല്ലൊരു എയറും എല്ലാം കൊണ്ടും പൊടിയൊന്നും അധികമില്ല, ചെളിയില്ല. സോ മഴ പെയ്തിട്ടും അങ്ങനത്തെ ഒരു എഫക്ട്സ് ഒന്നും ഇവിടെ ഇല്ല. ഫുൾ പുല്ല് പിടിപ്പിച്ചേക്കണം, അതുകൊണ്ടാണ് ചെളി വരാത്തത്. മഴ പെയ്താലും നല്ല നീറ്റാണ്. അതെ അതെ, വീടുകളും ഒക്കെ യൂണിഫോം ആയിട്ടുള്ള എലിവേഷൻ, കാണാൻ നല്ല ഭംഗിയുള്ള മരങ്ങൾ, ചെടികൾ, അങ്ങനെ അടിപൊളി നൈബർഹുഡാണ്. നല്ല ഏരിയ ആണ് നമ്മുടെ. ഡെസ് പ്ലെയിൻസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതിൽ ഓരോ ലൈനിനും ഓരോ പേരാണ്. നമ്മളുടെ അവിടെ പറയില്ല അതുപോലെയൊക്കെ തന്നെ. ഒരു പാർക്കുണ്ട്, ചുറ്റും വീടുകളാണ്, റെസിഡൻഷ്യൽ ഏരിയ ആണ് കംപ്ലീറ്റ്ലി. വളരെ ഷുവറാണ്. ഒക്കെയാണ് ഒരു ചെറിയൊരു സ്ഥലം. നമ്മളുടെ ഏരിയയിലത്തെ പാർക്കാണിത്. നൈസ് നോ. കണ്ട അവിടെ ആ കൊച്ചു കളിക്കുന്നുണ്ട്. ഇപ്പം നൈസായിട്ട് വെയിൽ വന്നു. ഇവിടെ ഇപ്പോൾ ഏകദേശം 2 മണി സമയമാണ് കേട്ടോ. ഉച്ച സമയമാണ്. പക്ഷേ ഉച്ചയുടെ വെയിലൊന്നും ഓടില്ല. നമുക്ക് എന്തായാലും നോക്കാം. മരത്തിന്റെ പീസുകളാണ് മണ്ണില്. യെസ്. സോ ഇതാണ് നമ്മളുടെ വീടിൻ്റെ ലെയിൻ. ആസ് യു കെൻ സീ ഒരുവിധം എന്തോ ശരി കേട്ടോ. ഇവിടെ ഭയങ്കര വെറൈറ്റി മരങ്ങളും ചെടികളൊക്കെയാണ്, ആസ് യു കെൻ സീ. പിന്നെന്താ, ഇത് നമ്മളുടെ വീടിൻ്റെ ലൈൻ പറഞ്ഞ പോലെ ഏകദേശം വീടുകളൊക്കെ ഉണ്ടോ. നമ്മൾ ഈ പടം വരയ്ക്കുന്ന അത് ആ ലൈനാണ് ബർക്ക്ഷയർ ലൈൻ. നമ്മുടെ ക്ലേറ്റൺ ലൈൻ ഞാൻ തോന്നുന്നുണ്ട്. നോക്കാം. എല്ലാം ഒരുപോലെ ഇരിക്കണേ, പെട്ടെന്ന് പിടിയിട്ടില്ല. കണ്ടോ, ഇതൊക്കെ നമ്മൾ ഈ പണ്ട് പെയിൻറ്റിങ്ങിൽ പടം വരയ്ക്കുന്ന പോലത്തെ വീടുകളാണ്, മരങ്ങളും കണ്ടോ. ഓരോ വീടിൻ്റെ ഫ്രണ്ടിലും ഇതുപോലെ 4 വേസ്റ്റ് ബിന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ തരം തിരിഞ്ഞ് നമ്മൾ വേസ്റ്റ് ഇടണം അല്ലേ. പ്ലാസ്റ്റിക് മാത്രം. അതെ, സംഭവം $25 കൊടുക്കണം. പക്ഷെ സംഭവം കണ്ട നെയ്ബർഹുഡ് നല്ല ക്ലീനാണ്. കത്തിക്കലോ അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല. ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇൻസ്പിറേഷനായിട്ട് തോന്നുന്ന കാര്യങ്ങൾ. ഇവിടെ വന്നിട്ട് വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ അടിപൊളിയാണ്. ഭയങ്കര സമാധാനം. കിളികളുടെ കളകളാരവം. ഇതാണ് നമ്മുടെ മെയിൻ റോഡ്. ഇതാണ് നമ്മുടെ വീട്. നമുക്ക് വീട്ടിലേക്ക് പോവാം. ചക്കൂട്ടൻ്റെ കാട്. അതെ, ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ റോഡ്. അത്യാവശ്യം തിരക്കുണ്ട്, വലിയ തിരക്കില്ല. നല്ല സ്പീഡിലാണ് കേട്ടോ വണ്ടികളൊക്കെ വരണേ. ഇതാണ് നമ്മളുടെ വീട്, ഫസ്റ്റ് വീട് റോഡ് സൈഡ്. ഇത് അങ്ങോട്ട് നെയ്ബർഹുഡ്. നമ്മളിത്ര നേരം നടന്ന സ്ഥലമില്ലേ, അതാണ് ഇതൊക്കെ. നൈസല്ലേ, സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് മൂവി. അപ്പോൾ നമ്മളുടെ വാക്ക് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ കയറി. ഇനി ഇവിടെ ഇപ്പോൾ ലഞ്ച് ടൈമാണ്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കാം എന്ന് തീരുമാനിച്ചു. ആൻഡ് വാട്ട് ഡു വി ഹാവ്? നമ്മൾ കഞ്ഞിയും മീൻകറിയും ആണ് കഴിക്കാൻ പോകുന്നത്. അതിന് മീൻകറി ഇപ്പോൾ വെക്കാൻ പോകുന്നേ ഉള്ളൂ. ആൻഡ് സാധാ മീനൊന്നല്ല, സാൽമൺ. ചോറാണല്ലേ? ഓക്കെ, സോറി, കഞ്ഞിയല്ല, ചോറ്. അപ്പോൾ മീൻ ഇവിടെ വെക്കാൻ പോകുന്നത് സാൽമൺ ആണ്. സാൽമൺ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഐ ഹവ് സീൻ ദാറ്റ് ഇറ്റ്സ് വെരി റിച്ച് ഇൻ വിറ്റമിൻസ്, അങ്ങനെയൊക്കെ പ്രോട്ടീൻ, വൈറ്റമിൻ ഡി. ഓക്കെ, സോ എങ്ങനെയാണ് സാൽമൺ കറി വെക്കുക എന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ റൈസ് ഇതിനകത്ത് ഉണ്ടാക്കി അല്ലേ. എന്തായിരുന്നു അത് നമ്മുടെ വാട്ട് ഡു വി കോൾ ദിസ്? നിഞ്ച എയർ ഫ്രയറിൽ. ഇതാണ് സാൽമൺ. ഇത് വൈൽഡ് എന്താണ്
അലാസ്ക സീ ഫുഡ് കേട്ടോ. അതൊക്കെ സാൽമൺ വയ്ക്കുന്നത് നൈസായിട്ടൊന്ന് കാണാം. എന്താ ചെയ്യണേ? ആ ഓക്കെ. ഇത് കട്ട് ചെയ്യണ്ടേ അല്ലേ? എന്നിട്ട് നല്ലോണം ഓക്കെ. നമ്മൾ സാൽമൺ പീസ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ മീൻ ഹാൻഡിൽ ചെയ്യാൻ ബോൺലെസ് ആണല്ലോ അല്ലേ? ചോറ്, പപ്പടം, സാൽമൺ സോ ഞങ്ങൾ ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാന്ന് വിചാരിച്ചു. വി ഗോയിങ് ടു നോർത്ത് ബ്രൂക്ക് ആദ്യം. അതായത് ഇവൻ മുന്നേ താമസിച്ച ഒരു വീട്, സൗണ്ട് തുറക്കും, മുന്നേ താമസിച്ച സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞു. പിന്നെ സാംസ് ക്ലബ് വിച്ച് ഇസ് എ സൂപ്പർ മാർക്കറ്റ്, നമ്മുടെ നാട്ടിലെ ഹൈപ്പർ മാർക്കറ്റ് പോലെ. അങ്ങനെ പിന്നെ ഓട്ടോമാറ്റിക് കാറൊന്ന് കഴിയിടുവോ? ഫസ്റ്റ് അതാണ് ഇവൻ പറഞ്ഞ, ഒരു 3 മിനിറ്റ്സിനുള്ളിൽ കാറ് വാഷ് ചെയ്ത് അങ്ങനെ ഇറങ്ങാം. ഫുള്ളി ഓട്ടോമേറ്റഡ്. അപ്പോ ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മളുടെ കാർ വാഷിന്റെ സ്പോട്ട്. നിങ്ങൾക്ക് പാസ് സ്കാൻ ചെയ്യൂ. ഓക്കെ, നൈസ്. അതാ ഞാൻ ചോദിച്ചേ, എത്ര പ്രാവശ്യം വേണമെങ്കിൽ വരാന്ന് പറഞ്ഞോണ്ട് ചോദിച്ചതാ. നല്ലല്ലോ കണ്ടാവേ. ഫ്രണ്ടി കിടണ്ടേ? എങ്ങനെ അറിയുന്നത്? ഇതിപ്പോ അവര് കൊണ്ടുവന്നോ കണ്ട അതുപോലെ നമ്മുടെ ഇതിപ്പോ സോപ്പായി അല്ലേ? ഇനി അത് കഴുകും അല്ലേ ചോട്ടാ? അതന്നെ. അയ്യോ, അതെ. ഇപ്പോ ലുലുമാളിൽ പുറത്തെ വാഷില്ലേ, അത് 250 രൂപ. ഇത് വെറുതെ തുടക്കലാണോ? എന്റെ മോനെ ഒരു വലിയൊരു ജീവി വരുന്ന പോലെ ശരിക്കും.
കാർ വാഷ് ചെയ്ത് റെഡി കഴിഞ്ഞു. തേച്ചടിക്കുന്ന സമയം മുന്നിൽ $5 വാഷ് ആൻഡ് ഫ്രീ വാക്യൂം എന്താ ആദ്യമായിട്ട് വരുന്നവർക്ക്. അതല്ലേ? അല്ല പിന്നെ $5 പാക്കേജ് ഉണ്ട്. അത് ഏറ്റവും ബേസിക്. അതില് വെറുതെ വണ്ടി നനച്ചേരുള്ളൂ. ഇല്ല വണ്ടി ക്ലീൻ ആവണെങ്കിൽ അത്യാവശ്യം നല്ല പാക്കേജ്. വണ്ടി ഉണ്ടോ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് മുതലാക്കാൻ വരാം. പിന്നെ എല്ലാ ദിവസം വണ്ടി കഴുകേണ്ട കാര്യമില്ല, സമയമില്ലല്ലോ. പിന്നെ 17 രൂപ മുതലാക്കാനായിട്ട് നമ്മള്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. എങ്ങോട്ടാണ് അടുത്തത്? നോർത്ത് ബ്രൂക്ക്. പഴയ വീട്ടിൽ. ഓക്കെ, ലെറ്റ്സ് ഗോ. ദോശ ആൻഡ് ബിരിയാണി കോർണർ. കണ്ടറിയാം മലയാളികളില്ലേ. പക്ഷെ ഉണ്ട് ഡൗൺ ടൗണിലുണ്ട്. അതൊക്കെ ആക്ച്വലി കൗണ്ടിയാണ്. എല്ലാ നിലയ്ക്കുണ്ടോ? 4 നിലയാണെങ്കിൽ 2 നിലയാണെങ്കിൽ 3 നിലയിലേക്ക് നാട്ടിലെ പോലെ തന്നെ. റിച്ചസ്റ്റ് ആൾക്കാർ താമസിക്കുന്ന ഇലിനോയ്. അത് ആ നോർത്ത് ബ്രൂക്ക് ഏരിയ മനസ്സിലാവും. വീടുകളൊക്കെ മറ്റേ മിനിമം $1 മില്യന്റെ വീട്. $1 million baby. നമ്മൾ അങ്ങനെ നോർത്ത് ബ്രൂക്കിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് ഈ വീടാ? കാസില് പോലെ അല്ലേ കുറച്ചൊക്കെ. എന്റെ മോനെ ഇവിടെ ചാകവള്ള അനിയന്റെ വീട് ഞാൻ കാണിച്ചില്ല. സ്റ്റീഫന്റെ റൈറ്റില് കാണുന്ന വീടുണ്ട്. ഈ വെള്ള വീടുണ്ട്. ഇത് ഒരു വീട് തന്നെയാണോ? 2 ബിൽഡിങ്. ആ വീടാണ് ചാകവള്ള. ശരിയായിട്ടാ, നല്ല അടിപൊളി ഏരിയ അല്ലേ അമ്മ? വീടുകളിലെ ലീഗ് പറയും. ഞാൻ പറഞ്ഞില്ലേ ഒരു 7 മില്യണോട് കയറി വീട്ടിട്ടുണ്ടെന്ന്. ഷെയർ വാരൻ ബഫറ്റിന്റെ വീട്ടിലിരിക്കണോ? വാരൻ ബഫറ്റ് വീട്ടില് അന്ന് പൊളിച്ചടന്ന കഴിഞ്ഞ അച്ഛൻ വരുമ്പോ പണി കഴിഞ്ഞു. പണ്ടില് വീടുണ്ടായില്ല ഞാൻ പറഞ്ഞില്ല. ഒരു ദിവസം കൊണ്ട് പൊളിച്ചു പോയിരുന്നു. പണി കഴിഞ്ഞിട്ട് അതവിടെ എങ്ങനെയാ നിങ്ങളുടെ താമസം എവിടെയാണ്? ഇതാണ് ഞങ്ങളുടെ വീട്. അമ്മ ഏതാ ഇതാണോ? ഇതാണ് മറ്റേ 7 മില്യന്റെ വീട്. ഓ ഇതാണ് മറ്റേ കാണുമ്പോ പേടിയാണോ വീട്? ശരിയാണല്ലോ പറഞ്ഞേ. മോനെ ശരിയാട്ടാ, ഇതൊരു ഭയങ്കര ഹോണ്ടഡ് വീട് പോലെ അല്ലേ? അയ്യോ അതെ. പക്ഷെ വരാൻ പാടുള്ളൂ, അല്ലേ പിടിക്കും. അനാവശ്യമായിട്ട് ട്രസ്പാസിംഗ് ഇല്ല ഇവിടെ. എല്ലാവരും പട്ടികളായിട്ട് ഞാൻ ഇങ്ങനെ ഇത്ര പുറത്തിറങ്ങണ്ടായില്ല. കാരണം സമ്മറിലല്ലോ. അത് അവിടെ പണിയാണ്, ആരും ചെയ്യില്ല. അതൊക്കെ എങ്ങനെയാ വെച്ചാലേ ഒരു വലിയൊരാള് ആ സ്ഥലം എടുത്തിട്ടില്ലേ വീടുകൾ പണിയാ എന്നിട്ട് കൊടുക്കുകയാണ് ചെയ്യണം. ഇന്റീരിയർ ചെയ്യാൻ അങ്ങനെയല്ല
നോർത്ത് ഗ്രൂപ്പ് ഏരിയ വരുന്ന സ്ഥലം മാത്രം ആള് കൊടുത്തോളൂ. ഒരു മാസം അല്ല ഇവിടെ മരത്തോണ്ടല്ലേ പണിയാണ്, ഫുൾ മരമാണ്. സ്റ്റിക്കർ വിളിച്ചറിഞ്ഞ മരം കാണാം. അതെ അതെ, ഭയങ്കര വെറൈറ്റി വീടുകളാണ്. ഏരിയ ആണ്. എല്ലാ വീടുകളും ഒരു 1 മില്യൺ അല്ലെങ്കിൽ ഒരു 600K സ്റ്റാർട്ടിങ്. നാട്ടിലൊരു 5 കോടി രൂപ കൊടുക്കാണ്ട് ഒരു വീട് കിട്ടില്ല. ഇതൊക്കെ വീട് തന്നെയാണോടാ? ഇതൊക്കെ അത് കോണ്ടോമിനിയാണ്. അത് 2-3 വീടുകൾ ഒരുമിച്ച് കണ്ടാ. അതായത് ഒരു വാള് ഒരു ഷെയർ ഉണ്ടാവും. ബാക്കി ഗരാജ് സെപ്പറേറ്റ്, ഗരാജ് വീട് സെപ്പറേറ്റ്. ഇത്തിരി വില കുറവുണ്ടാവും. പ്രൈവസി പക്ഷേ കണക്കായിരിക്കും. കോണ്ടോമിനിയം മേടിച്ചിട്ട് റെന്റിന് കൊടുക്കും. മനസ്സിലായി.